പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം സിനിമയ്ക്കുള്ള സിനിമയായിട്ട് കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. നേച്ചറെല്ലാം സൂപ്പറാണ്. അടിപൊളിയാണ്. ദുൽഖറിന്റെ പെർഫോമൻസ് പറയാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ആൾ പാനിന്ത്യൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഇതാണ് ഒറിജിനൽ പാനിന്ത്യൻ സ്റ്റാർ. BGM മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണ് മൊത്തത്തിൽ അടിപൊളിയാണ്. ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. അടിപൊളി, എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. സൂപ്പർ. ദുൽഖറിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, കറക്റ്റ് തന്നെയാണ്. നല്ല മൂവിയാണ്. നല്ലൊരു റെട്രോ ഫീൽ ഉണ്ടായിരുന്നു. സൂപ്പർ മൂവിയാണ്. എല്ലാവരും തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ്. മേക്ക് ഓവർ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. നമ്മൾ ആ ഒരു റെട്രോ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയി. നല്ലൊരു സ്റ്റോറിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. തീർച്ചയായിട്ടും. ഇതും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനിയും വരാനിരിക്കുന്നുണ്ടാവുമല്ലോ. നമ്മള് ദുൽഖറിനിൽ നിന്ന് ബാക്കിയുള്ള റോൾസ് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ശരി, താങ്ക് യു. അതെ, തീർച്ചയായും ഗുഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊള്ളാം, നല്ല പടമാണ്. ആ ഒരു പീരിയോഡിക്കൽ ഡ്രാമ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ദുൽഖറിന്റെ ആക്ടിങ് സൂപ്പർ, ഒന്നും പറയാനില്ല. ഒരു ഡയറക്ടർ ആദ്യമായിട്ട് ചെയ്ത പടമാണെന്ന് നമുക്ക് തോന്നില്ല. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാം നല്ല. ആ പഴയ കോസ്റ്റ്യൂം, പഴയ പീരിയോഡിക്കൽ ഡ്രാമ നല്ല രീതിയിൽ ആ സെറ്റിങ്സും എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് ഓൾസോ സൂപ്പർ. പെർഫോമൻസ് വൈസ് നായികയുടെ ഗുഡ്, ഓൾ ഗുഡ്. ലക്കി ഭാസ്കറിന്റെ ഒരു സിമിലർ കട്ട് എല്ലാം നമുക്ക് തോന്നി. ലക്കി ഭാസ്കർ ഏതാണ്ട് സെയിം ടൈം പോലെ എനിക്ക് തോന്നി. നല്ല ആക്ടിങ് ആണ്. യെസ്, നമ്മുടെ ഇപ്പോൾ പഴയ നമ്മുടെ ശിവാജി ഗണേശന്റെയും അല്ലെങ്കിൽ അതുപോലത്തെ പടങ്ങളൊക്കെ കുറച്ചെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആക്ടിങ് സിമിലർ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ദുൽഖർ കലക്കിയിട്ടുണ്ട്. നല്ല ആ സൂപ്പർ. ഒന്നും അടിപൊളിയായിട്ടുണ്ട്.